ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴേ എല്ലാവരും വിചാരിച്ചത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയെന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ജൂനിയറിനെ ഇന്ന് കണ്ടപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ പല വകയാണ്, എല്ലാവരും ഞാൻ ഇതിലാണ് ഇടുന്നത്. സത്യത്തിൽ അങ്ങനെയൊന്നും ചാനലിൽ ഇടരുതാണ്, നമ്മൾ ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ എനിക്ക് എല്ലാത്തിനും ഒറ്റ ചാനലേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി ഇന്ന് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ നിന്നപ്പോഴാണ് തൊട്ടടുത്ത കോളേജിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ട് ഫാർമസി വന്നിട്ട് സ്കിൻ ലൈറ്റ് ക്രീം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ സ്കിൻ ലൈറ്റ് ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ, അത് ആ കുട്ടി കൊണ്ടുപോയി. സോ നമ്മൾ സ്കിൻ ഷൈൻ എടുത്തിട്ടുണ്ട്. സ്കിൻ ലൈറ്റ്, സ്കിൻ ഷൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഈ ക്രീംസ് ഉണ്ടല്ലോ, ഇത്തരം ക്രീംസ് നൈറ്റ് ക്രീം ആണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. 3 ദിവസം കൊണ്ട് വെളുക്കാം, 5 ദിവസം കൊണ്ട് വെളുത്തിട്ട് പാറാം. ഇത്തരത്തിലുള്ള പല എന്താ പറയുക, നടക്കാത്ത സ്വപ്നങ്ങൾ പറഞ്ഞിട്ട് ആരൊക്കെയോ പറ്റിച്ചിട്ട് പല വീഡിയോസും കണ്ടിട്ട് ഓരോരുത്തർ ഇത്തരം ക്രീമുകൾ ഫാർമസിയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇത്തരം ക്രീംസ് സത്യത്തിൽ ഇത്തരം ക്രീംസ് ഒക്കെ മെലാസ്മ പോലുള്ള സ്കിൻ ഡിസീസിന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ സ്കിൻ ടോണൊക്കെ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യേണ്ട ക്രീമാണ്. കുറച്ച് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ആള് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്, എന്നിട്ടും ഇത്തരം അമളി പറ്റിയതാണ് ചിന്തിക്കേണ്ടത്. ആള് വന്നപ്പോൾ ഒരു ദിവസം നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ മാറ്റം വന്നിട്ടല്ലോ, വലിയ ഗ്ലൂട്ടാത്തോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയോന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെയൊന്നുമില്ല, അതൊന്നല്ല, ഞാനൊരു ക്രീം യൂസ് ചെയ്താൽ ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആളെ കവിളൊക്കെ നല്ല പിങ്ക് കളറായിട്ട് ഫുൾ പിമ്പിൾസ്, അത് പെയിനുള്ള പിമ്പിൾസ്. പിന്നെ ഡോക്ടർക്ക് കാണിച്ച് അതൊന്ന് സെറ്റാക്കി എടുത്തത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത്തരം ക്രീംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സൺ പ്രൊട്ടക്ഷന് അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴൊക്കെ നമ്മളെ സ്കിന്നിന് വല്ലാണ്ട് ഡാമേജ് വരും. അതുപോലെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് കഴിഞ്ഞാൽ സ്കിന്ന് മൊത്തത്തിൽ ഇരുളാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു റെഡിഷ് പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത്തരം ക്രീം. അപ്പം നിങ്ങൾ എപ്പോഴും ഇത്തരത്തിലുള്ള ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുക, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ, ഒരു കോസ്മെറ്റോളജിയുടെ ഉണ്ടെങ്കിൽ ഭംഗിയായി നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് ഇത്തരം ക്രീംസൊക്കെ ഉപയോഗിക്കുക. നിങ്ങളെ സ്കിൻ ടോൺ ഇതൊക്കെ നോക്കിയിട്ട് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് എഴുതി തരും. അതല്ല നിങ്ങൾക്ക് വെളുക്കണം എന്നൊക്കെയാണ് ആഗ്രഹമെങ്കിൽ ഇത്തരം ക്രീമിൻ്റെ പിന്നാലെയൊക്കെ പോകുന്നേക്കാളും നന്നാവും ഗ്ലൂട്ടാത്തൈൻ പോലത്തുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നത്. IV ഒക്കെ ഭയങ്കര എഫക്റ്റീവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് എക്സ്പെൻസീവാണ്. എങ്കിലും അതൊന്നും എല്ലാം തന്നെ ഒരുപാട് ക്രീംസ് ഉണ്ട്. പക്ഷെ അത് നിങ്ങളെ സ്കിൻ ടോൺ നോക്കി അത് യൂസ് ചെയ്യേണ്ട കാലപരിധി ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെറുതെ മറ്റുള്ളവരുടെ വീഡിയോസ് നോക്കിയിട്ട് ചിലപ്പോൾ അവരത് യൂസ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. എന്നാലും ചിലത് ഇത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയായി അങ്ങനെയായി അറിയാം. ഇതേ ആളുകൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ ആളുകൾ 2 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു പ്രൊഡക്റ്റ് ഞാൻ 1 മാസമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ. ഈ 1 മാസത്തിനിടയ്ക്ക് ഈ പ്രൊഡക്റ്റും ആ പ്രൊഡക്റ്റും എല്ലാം അവർ തേച്ചിട്ടുണ്ടാവുമോ? ഒന്ന് ചിന്തിച്ചാൽ അവരെ ചാനലിൽ തന്നെ കയറിയിട്ട് നോക്കിയാൽ മതി. ചില ആളുകൾക്ക് ചില ഇതുപോലത്തെ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകളെ ചാനലിൽ കയറി നോക്കിയാൽ അറിയാം, ഇന്നൊരു ക്രീം ഞാൻ 1 മാസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഇങ്ങനെ മാറ്റം വന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു അടുത്ത പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെപ്പോഴും ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ വെളുക്കാനും അതേപോലെ സ്കിന്ന് ഇതാവുക അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വെക്കുക, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എല്ലാ നിറത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, നല്ല വൈറ്റമിൻ C അടങ്ങിയ ഫുഡ്, അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇങ്ങനെ നമ്മൾ ഉള്ളോട്ട് കഴിക്കുന്നത് ഹെൽത്തി ആക്കിയാൽ തന്നെ ഒരുവിധം നമ്മളെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. അതുപോലെ പഞ്ചസാര, ഷുഗർ കട്ടൊക്കെ ചെയ്താൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഹെൽത്തി ആവാൻ സഹായിക്കുന്ന വലിയൊരു കാര്യമാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കായിട്ട് ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും.
നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.